പലതരം വാഹനങ്ങളുടെ ഗ്യാരേജുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ 70-80 കാലഘട്ടങ്ങളിൽ യുവാക്കളുടെ ഹരമായി മാറിയ വാഹനങ്ങൾ പണിയുന്ന ഒരു യുവാവിനെയാണ് നമ്മളിപ്പം പരിചയപ്പെടുത്താൻ പോകുന്നത്. പേരെന്തായിരുന്നു? സുജിത്ത്. സ്ഥലം എവിടെ ഇത് മുള്ളന്നിക്കാട്, ഓമല്ലൂർ മുള്ളന്നിക്കാട് എന്ന് പറയുന്നത് പത്തനംതിട്ട. ഡ്രൈവിംഗ് പഠിച്ചത് ഈ ഒരു ബജാജ് ചേതക്കിലാണ്, പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പം അതങ്ങനെ നമ്മൾ ഉപയോഗിച്ചും പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരിങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളി കളർ, ചെത്ത് കളറൊക്കെ അടിച്ച് കൊണ്ടു നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരാഗ്രഹം തോന്നി. നമ്മളും അങ്ങനെയാണ് ഇതിലോട്ട് എത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്രോം ഐറ്റംസും കയറ്റി മെറ്റാലിക് പെയിൻറ്റും സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ നമുക്കന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് വന്നത്. ഇത് നമ്മുടെ സ്വന്തം വാഹനമാണ്, 87 മോഡൽ ബജാജ് ചേതക്കാണിത്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. 2 ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് മൊബൈൽ ഹോൾഡറും 2 ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ബാറ്ററിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതും നമ്മളുടെ സ്വന്തം വാഹനം തന്നെയാണ്, 83 മോഡൽ ലാംബി 150. ഇത് നമ്മളിപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ഫുള്ള് റെഡിയാക്കി ഇറക്കിയതാണ്. ഫുള്ള് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം തീർത്തിറക്കിയാണ്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്ക് 2 വിജയ് സൂപ്പർ 85 മോഡലാണിത്. ഇത് ഫുൾ റീസ്റ്റോറേഷൻ വർക്കും കാര്യമായിട്ട് വന്നതാണ്. ഇതാണ് നമ്മളിപ്പോൾ പെയിൻറ്റിങ് വർക്ക് തീർത്ത് വെച്ചിരിക്കുന്ന സ്കൂട്ടർ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പെയിൻറ്റിങ് തന്നെയാണ്. നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ വണ്ടികളും നമ്മൾ ഈ ഒരു ക്വാളിറ്റി തന്നെ ചെയ്യുന്നത്. മെറ്റാലിക് പെയിൻറ്റിംഗ് ആണിത്. ഇതിൻ്റെ ബാക്കി പാർട്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ബാക്കി കുറേ പാർട്സ് നമ്മൾ അകത്തും കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാവേലിക്കരയിൽ വന്നൊരു സ്കൂട്ടറാണ്. എഞ്ചിൻ വർക്കും പിന്നെ ബാറ്ററി ഇൻസ്റ്റാളേഷനും കാര്യത്തിനും എല്ലാത്തിനും വന്നതാണ്. അപ്പോൾ ബാക്കി സ്പെയറും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മളിത് പണി തുറക്കും. ഇത് അത്യാവശ്യം കണ്ടീഷൻ മോശമായൊരു സ്കൂട്ടറാണ്. നമ്മൾ എത്ര ടോട്ടൽ ലോസ്റ്റായിട്ട് വണ്ടി കൊണ്ടെന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കണ്ടീഷനിലോട്ട് ഫുൾ റീസ്റ്റോറേഷൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ആൾക്കാർ പൊല്യൂഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂട്ടർ ഇപ്പം മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ പൊല്യൂഷനും കാര്യങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി പക്ക ആക്കി തരുന്നതായിരിക്കും. ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂട്ടറാണ്. ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പുതുക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റിങ്ങിന് വേണ്ടി വന്ന വണ്ടിയാണ്. ഇതിപ്പം ആരും പാർട്സ് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുറകിലൊന്നും മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ പാർട്സുകളും നമ്മൾ പിൻ ടു പിൻ റീസ്റ്റോറേഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുള്ള മുഴുവൻ പാർട്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ പാർട്സ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പണിയാതിരിക്കേണ്ട. നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മളത് ഫുൾ റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഏകദേശം ഒരു 7ഓളം സ്കൂട്ടറുകൾ പണിയാൻ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ഈ സാധനങ്ങളും പിന്നെ മഴ നനയാതെ വാഹനങ്ങളെല്ലാം കയറ്റി വെക്കുന്നത് നമ്മുടെ ഒരു ചെറിയൊരു ഷെഡാണിത്. പിന്നെ ബാക്കി സൂപ്പറിൻ്റെ ഹാൻഡിൽ അത്യാവശ്യം സ്പെയറും കാര്യങ്ങളും മൊത്തം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഇതിനകത്ത് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം പഴയ രജിസ്ട്രേഷൻ വണ്ടി നമ്പറുകളാണ് ഭയങ്കര ഒരു ക്രേസ് ഉള്ള ഒരാളാണ്. കാര്യം ഞാൻ എൻ്റെ ഇരിക്കുന്ന 3 സ്കൂട്ടറുകളും നമ്പർ നോക്കിയിട്ട് പഴയ രജിസ്ട്രേഷൻ നമ്പർ ഫാൻസി നമ്പർ നോക്കിയിട്ടാണ് എല്ലാം വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യം കൊണ്ട് നമ്മൾ ചെയ്ത പഴയ രജിസ്ട്രേഷൻ വണ്ടികളുടെ നമ്പറുകളെല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമ്മളിവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും പഴയുള്ള വണ്ടി ഇതാണ്, ലാംബി 150. ഇത് പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊന്നുമില്ല. ബാക്കി റണ്ണിങ് സൈഡ് മെക്കാനിക്കൽ സൈഡും കാര്യങ്ങളും മൊത്തം ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നത്. പണി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ ഉടനെ തന്നെ ഇത് കൊണ്ടുപോകും. ഇതിപ്പോൾ 1997 മോഡൽ 12 വോൾട്ട് ചേതക്കാണ്. ഇതിപ്പോൾ പാച്ച് വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി മഴയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പെയിൻറ്റിങ്ങിന് കൊടുത്തിട്ട് ഫുള്ളായിട്ട് റീസ്റ്റോറേഷൻ തീർത്തിറക്കാനുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് അതുപോലെ നമ്മൾ കോളേജിൽ ഓട്ടോഷോയ്ക്കും പരിപാടിക്കൊക്കെ പോയി അങ്ങനെ ആൾക്കാർ കണ്ടിട്ട് നമ്മുടെ അടുത്ത് നിരവധി ആൾക്കാർ ഫോട്ടോഷൂട്ടിന് വാഹനം ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കും നമ്മൾ വാഹനം കൊടുത്തു വിടത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഒരു പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാരേജ് പുറത്തെവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. അപ്പോൾ നമുക്കിപ്പം ഓൾറെഡി SK ഓട്ടോ ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും നമുക്ക് പേജും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളെല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സ്കൂട്ടർ ഏത് ആക്രി കണ്ടീഷനിലും കട്ടപ്പുറത്തിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നാൽ നമ്മളത് ഉത്തരവാദിത്തോടും വൃത്തിയായിട്ടും ഫുള്ളായിട്ട് ചെയ്തിറക്കി തരുന്നതായിരിക്കും. അതിന് ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റയിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കയറി നോക്കാം. അപ്പോൾ ഓക്കെ.